ാവട്ടെ. ഞാൻ കരിക്കപ്പാറ സ്വദേശിയാണ്. എൻ്റെ പേര് ഫൈസൽ. നന്നാട്ടാണ് കൂട്ട് പേര്. ഞാനിതുവഴി വൈലത്തൂർ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി കണ്ടപ്പോൾ ഞാനൊരു പുത്തനാശയക്കാരനൊന്നും അല്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ കുറേ നാളായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു സംശയം, ആ സംശയം ഈ വേദിയിൽ ചോദിക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഇവിടെ നേരത്തെ ഇരുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അവർ ആശയ വ്യതിയാനമുള്ളവരാണെങ്കിലും അതല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിലും പൊതുവായിട്ട് ഈ ആളുകൾക്കെല്ലാം അതിൽ നിന്നുള്ളൊരു സംശയ ദൂരീകരണം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നതോടുകൂടെ എൻ്റെ സംശയം തീരും, അതോടുകൂടി ആർക്കെങ്കിലും അത്രയൊരു സംശയം ഉണ്ടെങ്കിൽ അത് തീരും എന്നുള്ള ആ രീതിയിലാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലെ കരിങ്കപ്പാറയിൽ മരിച്ചു കഴിഞ്ഞിട്ട് മയ്യത്ത് കബറടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ അവസാന സമയത്ത് മൂടുകളിൽ വെക്കുന്നതിന് മുൻപ് മുക്രി പോയിട്ട് ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ എന്താണ് എഴുതിയതെന്നുള്ളത്, ഞാൻ എൻ്റെ നാട്ടിലെ മുക്രിയായിട്ട് ഏറ്റവും അടുത്ത ആളുകളാണ്. എൻ്റെ നാട്ടിലെ സഖാഫിയോടെ ഇരിക്കുന്നുണ്ട്, പിന്നെ സുഹൃത്തു കൂടിയായ സഖാഫിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ മുക്രി ഞാൻ പറയുന്നില്ല, കാരണം ചില മുക്രിക്കും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് ആ ഒരു സംശയം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടില്ല, പക്ഷെ ചില ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ വ്യക്തത കിട്ടിയില്ല. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ എനിക്കും മനസ്സിലാവും, ഈ കൂടി ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനത്തെ മറ്റു പല മഹല്ലുകളിൽ പോയിട്ട് നമ്മളിപ്പോൾ മയ്യത്തിന്റെ കൂടെ പോയിട്ടുണ്ട്. അവിടെ കബറെടുക്കുന്ന സമയത്ത് ചില സ്ഥലത്തൊന്നും ഇത് കണ്ടിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംശയം അതായിരുന്നു. എന്തെങ്കിലും മറുപടി കിട്ടിയാൽ നന്നായി. സഹോദരൻ ചോദിച്ചത് കരിങ്കാപ്പാറ മഹല്ല് അതുപോലെ പല സ്ഥലങ്ങളിലും എന്നല്ല സുന്നത്ത് ജമാഅത്തിന്റെ കീഴിലുള്ള മഹല്ലുകളിൽ, നാടുകളിൽ, രാഷ്ട്രങ്ങളിൽ നടത്തപ്പെടുന്ന മുഖത്തെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരെഴുത്ത്, ആ എഴുത്തിനെ സംബന്ധിച്ചാണ് ചോദ്യം. ഖബറടക്കുന്നതിന്റെ മൂടുകല്ല് വെക്കുന്നതിന്റെ മുമ്പ് കഫം പുടയിൽ നിന്നൊരു കഷ്ണമെടുത്ത് കുറച്ചു ബൈത്തുകൾ എഴുതി വെക്കാറുണ്ട്. ഇലാഹി അനൽ ആസി അതാക ബിൽ ദുനൂബി വൽ മസാബി എന്നെല്ലാം പറഞ്ഞ് കുറച്ച് ബൈത്തുകൾ എഴുതി വെക്കാറുണ്ട്. ഞാൻ പാവപ്പെട്ടവരാണ്, ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ ഒരു കുറിപ്പ് വെക്കുക എന്നുള്ള സമ്പ്രദായത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്താണ് എന്നതാണ് ചോദ്യം, അല്ലേ? ബഹുമാനപ്പെട്ട ഇമാം ഹക്കീം അത്തുർമുദി റളിയല്ലാഹു അൻഹു, നമ്മുടെ സിഹാഹു സിത്തയിൽപ്പെട്ട തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവരുടെ കിതാബുൽ ഖവാഇദിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഫുതൂഹാത്തുൽ വഹാബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് കാണാം. ഇതുപോലെ രക്ഷയ്ക്ക് വേണ്ടി, ശിക്ഷയിൽ നിന്നുള്ള ഇളവിന് വേണ്ടി ചില കുറിപ്പ് എഴുതി വെക്കുക എന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് സഹാബത്ത് നടപ്പിൽ വരുത്തിയതാണ്. മാറ്റർ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം. ഏതുപോലെ മരിച്ചു കഴിഞ്ഞാൽ തസ്ബീത്ത് ചൊല്ലണം എന്ന് പറയാറുണ്ട്. ആ തസ്ബീത്തിനുള്ള ഒരു വ്യവസ്ഥാപിതമായ രൂപം ഹദീസിലൊന്നും കാണാത്തത് തന്നെ മുജാഹിദുകൾ ക്രോഡീകരിച്ചത് കാണാം, അല്ലേ? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. ഇങ്ങനെ മുജാഹിദുകൾ ഞങ്ങൾ തെൽക്കീനെ എതിർക്കുള്ളൂ, തസ്ബീത്ത് എതിർക്കാറില്ല എന്ന് പറയുന്ന മുജാഹിദുകൾ ഇതുപോലുള്ള തസ്ബീത്ത് എവിടെയും കാണിക്കുമോ? ഇല്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ? പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഈ വിനീതൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണിക്കാൻ പറഞ്ഞിട്ട് മുജാഹിദുകളോട് കാണിച്ചിട്ടും ഇല്ല. പക്ഷേ
ഖബറിൽ കിടക്കുന്ന ആ മയ്യത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലാനുണ്ട്. അതിനൊരു വ്യവസ്ഥാപിതമായ രൂപം തീരുമാനിച്ചു എന്ന് മാത്രം. അതുപോലെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ നിന്നുള്ള ശിക്ഷയുടെ ഇളവിന് വേണ്ടി ഇതുപോലെയുള്ള കുറിപ്പുകൾ എഴുതി വെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു രൂപം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അസ്അദുൽ യാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇർശാദുൽ യാഫിഈ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അസ്അദുൽ യാഫിഈ റളിയല്ലാഹു അൻഹു മഹാനായ സ്വാത്വികനായ പണ്ഡിതനാണ് എന്ന് പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ മുജാഹിദിന്റെ നേതാവാണ്. അയാൾ പറഞ്ഞ ഈ സാത്വികനായ പണ്ഡിതനായ പി അബ്ദുൽ ഖാദർ മൗലവി പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുല്ലാഹി ഇബ്നു അസ്അദുൽ യാഫിഈ തങ്ങൾ അവിടുത്തെ ഇർശാദുൽ യാഫിഈയിൽ വസിയ്യത്ത് ചെയ്ത ആ രൂപമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ എഴുതുന്നത്, എഴുതി ഖബറിൽ വെക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ കുറിപ്പ് എഴുതി വെക്കുക എന്നുള്ള പൊതുവായ നിർദ്ദേശം ഹദീസിലുണ്ട്, അത് പൂർവികർ പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഗ്രന്ഥത്തിലുണ്ട്. അതിന്റെ വ്യവസ്ഥാപിതമായ ശൈലി സ്വാത്വികരായ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ് ഇന്ന് വെക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശരിയല്ലേ? ഞാൻ അബ്ദുൽ വദൂദ്. എൻ്റെ മനസ്സിൽ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന ചോദ്യം, ഇതുവരെ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്ന സാധാരണക്കാരിൽ ഒരുപാട് വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ചോദ്യം. ഇപ്പോൾ പത്തവരി ഉസ്താദ് പറഞ്ഞു മറ്റു വിദേത്തി പ്രസ്ഥാനങ്ങളുടെ കൂടെ തന്നെ തബ്ലീഗ് ജമാഅത്തിനെ എണ്ണപ്പെട്ടു. പക്ഷേ ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിദേഹത്തിന് ഇപ്പോൾ മറ്റു മുജാഹിദ് പ്രസ്ഥാനങ്ങളായാലും ജമാഅത്ത് ഇസ്ലാമിൻ്റെ പ്രസ്ഥാനങ്ങളായാലും അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്തു നിന്ന് അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയുണ്ട്. പക്ഷെ ഞാൻ പല ഉസ്താദുമാരോടും കാര്യം ചോദിച്ചപ്പോഴും ഈ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ അവർക്ക് എന്ത് കോട്ടം എന്നുള്ളത് വ്യക്തമായിട്ട് ലഭിച്ചിട്ടില്ല. അതുപോലെ ഞാൻ പല സാധാരണക്കാരോട് ചോദിച്ചപ്പോഴും അവരുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം തബ്ലീഗ് ജമാഅത്ത് നല്ലതാണെന്നല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തബ്ലീഗ് ജമാഅത്തിനെ എതിർക്കാനെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കും. ചോദ്യം ലേശം വിശദമായി പറയേണ്ടതാണ്. ലാസ്റ്റ് സമയം അതുകൊണ്ട് നീട്ടുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചുപ്പ വഹാബി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വഹാബിസം ഒതുക്കി വെച്ച മോഡിഫൈ ചെയ്ത വഹാബിസത്തിൻ്റെ രൂപം, അതാണ് തബ്ലീഗ് ജമാഅത്ത്. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയതൊക്കെ പുത്തനാശയക്കാരാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. അതുപോലെ ഒരു വ്യത്യസ്ത ശൈലി സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന വഹാബിസത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് തബ്ലീഗ് ജമാഅത്ത്. ഹിജറ 1303 കാന്തലവിൽ ജനിച്ച ഷാഖ് മുഹമ്മദ് ഇല്യാസ് കാന്തലവി ദഹ്ലവി 1345 രൂപീകരിച്ച പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ഇത് അറായിദ് എന്ന അറബി പത്രത്തിൽ അബു ഹസൻ അലി നദ്വി എഴുതിയ ലേഖനത്തിലും അതുപോലെ തന്നെ തബ്ലീഗിസം എന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ കാഞ്ഞാർ മൂസ മൗലാനയുടെ മരുമകനും മഞ്ചേരി വേട്ടേക്കൂട് സ്ഥാപനത്തിൽ പ്രിൻസിപ്പാളുമായിരുന്ന മൂസ അൽ കാസിം അദ്ദേഹം വിവർത്തനം ചെയ്ത തബ്ലീഗ് പ്രവർത്തന സന്ദേശം പയാമെ അമൽ എന്ന ഗ്രന്ഥത്തിലും തുറന്ന് സമ്മതിച്ചതു പ്രകാരം തബ്ലീഗ് ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിനെ ഷാഹ് മുഹമ്മദ് ഇല്യാസ് നിർമ്മിച്ചതാണ്. അദ്ദേഹത്തിന്റെ വാമൊഴികൾ ക്രോഡീകരിച്ച ഗ്രന്ഥമുണ്ട്, മൽഫൂസാത്ത് എന്നാണ് അതിൻ്റെ പേര്. മൻസൂർ നുഅ്മാനിയാണ് അതിൻ്റെ ഗ്രന്ഥകർത്താവ്. അതിൽ അദ്ദേഹം തുറന്നു തന്നെ പറയുന്നത്, ഞാൻ ഈ തബ്ലീഗ് ജമാഅത്തിന്റെ റൂട്ട് ഉണ്ടാക്കിയത് എൻ്റെ ഷെയ്ഖായ അഷ്റഫ് അലി താനവിയുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ തുറന്നു പറയുന്നത് ഈ രീതിയിൽ അഷ്റഫ് അലി താനവിയുടെ ആശയത്തെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, ഓ താലിം ഓ ജായക, അദ്ദേഹത്തിന്റെ ആശയം മൊത്തത്തിൽ വ്യാപകമാകും. അദ്ദേഹത്തിന്റെ
ജമാഅത്തിന്റെ ആശയമാണെങ്കിലോ നേരത്തെ ഇവിടെ പറഞ്ഞ മുജാഹിദ് ജമാഅത്തുകൾ അതേ ആശയം. റസൂലുള്ളാഹിക്ക് മറഞ്ഞ കാര്യം അറിയില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ ആയിഷാബിയുടെ ആരോപണം വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പതറാൻ പാടില്ലായിരുന്നു തുടങ്ങിയ ആശയങ്ങൾ എഴുതി വെച്ചു. അതേ ഗ്രന്ഥത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന നേതാവിനെ പറ്റി പറഞ്ഞിട്ട് പറയുന്നത് ഈ ദൗർ കാ കുതുബ് ഓർ മുജദ്ദിദ് थे, കാലഘട്ടത്തിന്റെ മുജദ്ദിദും മുർഷിദുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഫതാവ റഷീദി എന്ന തടിച്ച ഗ്രന്ഥം അതൊക്കെ വണ്ടിയിലുണ്ട്, ആവശ്യമാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വായിക്കും. പക്ഷേ ഓരോന്ന് വായിക്കുമ്പോൾ സമയം വൈകിപ്പോകും. അതിൽ പറയുന്നത് മീലാദാഘോഷം, റസൂലുള്ളാഹിനെ അത് പറയുന്ന ഇന്നിക്കാതെ മീലാദ് അഥവാ നിബിധനം സംഘടിപ്പിക്കൽ, അതുപോലെ തവസ്സുൽ, ഇസ്തിഹാസ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മരിച്ചതിന് 3, 7, 14, 40 കഴിക്കൽ മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. എന്തിനേറെ യാ റസൂലുള്ളാഹ് പുക്കാർന ഒരു ഹെഡിങ്ങിന് അങ്ങനെയാണ്. വഫാത്തായ റസൂലുള്ളാഹിനെ വിളിക്കൽ അത് ഖുദ് കുഫ്ർ, അത് തനിച്ച കുഫറാകുന്നു എന്ന് വെട്ടിത്തുറന്ന് അദ്ദേഹം അതിൽ പറയുന്നു. അതിന് പുറമെ ഇന്ത്യ രാജ്യത്തെ പ്രഥമ വഹാബിയായ ഇസ്മായിൽ ദഹ്ലവി, അയാളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ആളുകൾ കാഫറാണെന്ന് പത്ത് കൊടുത്ത ആളാണ്. ഇത് സമസ്ത പറഞ്ഞല്ല, ഞാൻ പറയല്ല. ബഹുമാനപ്പെട്ട മർഹൂം അൻവർ ഉസ്താദ് അള്ളാഹു കൊടുത്ത കബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മൗലാന എം.എ. ഉസ്താദ് അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവരൊക്കെ ശക്തമായ ശൈലിയിൽ ഗ്രന്ഥങ്ങൾ എഴുതി തബ്ലീഗിനെ എതിർത്തപ്പോൾ അതിന് മറുപടിക്ക് വേണ്ടി ഇന്നും ജീവിച്ചിരിക്കുന്ന പിന്നെ ചെറൂപ്പ അബുൽ ഖൈർ മൗലവി, ഞാനുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം വരെ നടത്തിയ ആളാണ്. ഈ അബുൽ ഖൈർ മൗലവിയുടെ ഗ്രന്ഥത്തിൽ മലയാള പുസ്തകം നമുക്ക് വേണ്ടി സമസ്തക്കാർക്ക് മറുപടിക്ക് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഒരുപാട് ആളുകൾ ഇവരെ കാഫറാക്കിയിട്ടുണ്ട്. ആ കാഫറാക്കി ഇസ്മായിൽ ഷഹീദ് അയാളെ പറ്റിയിട്ട് റഷീദ് അഹമ്മദ് പോയി പറഞ്ഞത് ഖത്ഈ ജന്നത്തി ഹേ മുഖ്ലിസ് വലി ഹേ ഉസ്കോ മർദൂദ് കഹ്നാ ഖുദ് മർദൂദ് ഹോനാ ഹേ. അദ്ദേഹം സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്, ഇഖ്ലാസിന്റെ വലിയാണ്, മുത്തക്കിയാണ്, അയാൾ പോക്കാണ് പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെ തുടങ്ങി ഒറിജിനൽ വഹാബിസത്തിന്റെ ആശയങ്ങൾ ഉള്ള പാർട്ടിയാണ് തബ്ലീഗ് ജമാഅത്ത്. എത്രത്തോളം ചോദിച്ചാൽ സിറാത്തെ മുസ്തഖീം എന്നൊരു ഗ്രന്ഥം ഇസ്മായിൽ ഷഹീദിന്റെ ഗ്രന്ഥമാണ്. അതിൽ സാധാരണക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, വളരെ ഗൗരവത്തോടു കൂടി മുജാഹിദും ജമാഅത്തിന്റെയും ഉദ്ദേശം നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മീയത ഇല്ലാതെയാക്കലും ആത്മീയ നേതാക്കളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കലും. അതിന് മാല, മൗലൂദ്, മക്ബറ, സിയാറത്ത് എല്ലാം തെറ്റാക്കി. എന്നാൽ നിസ്കാരത്തിന് അത്തയ്യാത്ത് തെറ്റാണെന്ന് മുജാഹിദ് ജമാഅത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കത്തയ്യാത്തോതും അത്തയ്യാത്തു ബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തുല്ല അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ നേർക്കുനേരെ വിളിച്ച് സലാം പറയുക. ആ സലാം പറയുമ്പോൾ അതിൽ നമ്മുടെ ഉദ്ദേശം മദീനയിലെ നബി തങ്ങൾ പാലക്കുറ്റിയിൽ വെച്ചായാലും കുറ്റിപ്പാലയിൽ വെച്ചായാലും നമ്മളത് വിളിച്ചാൽ മദീനയിലെ റസൂലിനെ കൊടുക്കും, ആ സലാം റസൂലിനെ മടക്കും. ഇങ്ങനെ വിശ്വാസം. ഇത് പഠിപ്പിച്ചത് വസാലിമമാണ്. അങ്ങോട്ട് പറഞ്ഞ സലാം നബികൾ മടക്കുന്നതാണ്. അപ്പൊ അവിടെ റസൂലുള്ളാഹിനെ മനസ്സിൽ ഹാജരാക്കണമെന്നാണ് വസാലിമ പഠിപ്പിച്ചത്. എന്നാൽ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഇസ്മായിൽ ദഹ്ലവി പഠിപ്പിക്കുന്നത് अपनी बीबी की मुजामत का ख्याल बेहतर है, अपने बेर और गद्दे की सूरत में मुस्तरिक होना से बुरा है. എന്ത് शेख आए बुजुर्गों की तरफ ख्वाब लिसारत माबही हो अपनी हिम्मत को लगा देना. നാം ഏതെങ്കിലും മഹാന്മാരെ മനസ്സിൽ ധ്യാനിക്കരുത്. അത് നബി തങ്ങൾ തന്നെയാണെങ്കിലും ശരി, ആ ചിന്ത കഴുത, പശു, കാള തുടങ്ങിയുള്ള ജീവികളെ ചിന്തിക്കുന്നതിനേക്കാൾ മോശമാണ്. അവർ റസൂലുള്ളാഹിന്റെ മനസ്സിൽ ചിന്തിക്കുന്നത് കഴുതയെ ചിന്തിക്കുന്നതിനേക്കാൾ മോശമാണെന്ന് തുറന്ന് എഴുതി വെച്ചതാണ് തബ്ലീഗിന്റെ നേതാക്കന്മാർ. ഇതില്ലാതെ തബ്ലീഗ് നിഷേധിക്കാറുണ്ട്. രണ്ടൊക്കെ തെങ്ങുന്തോട്ടം തര തെളിയിച്ചതാന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇടുക്കി ജില്ലയിൽ എറണാകുളത്ത് വെച്ച് കയ്യോട് കൂടെ പിടികൂടി സാധുവായ ഞാൻ ഈ ചെറൂപ്പ് അബുൽ ഖൈർ മൗലവിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്തി. എറണാകുളത്തെ ഒരു അഡ്വക്കറ്റായത് ജഡ്ജിയായിട്ടിരുന്നത്. അങ്ങനെ 20 മിനിറ്റ് ഞാൻ വിഷയം അവതരിപ്പിച്ചു. കിതാബ് ഉണ്ടോന്ന് ചോദിച്ചു, കിതാബ് ഞാൻ കാണിച്ചു, അദ്ദേഹം നിഷേധിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് കിതാബ് വാങ്ങിയിട്ട് ജഡ്ജി അഡ്വക്കറ്റ് അയാൾക്ക് കൊടുത്തു. അയാൾ ഇങ്ങനെ പതറിയപ്പോൾ അയാൾ എഴുതിയ മലയാള പുസ്തകം ഞാൻ വായിച്ചു. ആ സമയത്ത് അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് അത് ഞാൻ എഴുതിയതാ, ഞാനാ വായിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ആ പുസ്തകം അയാൾക്ക് കൊടുത്തു.
അവസാനം അയാൾ തുറന്ന ഭാഷ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകണമില്ല, എന്നെക്കൊണ്ട് മനസ്സിലാക്കി തരട്ട് കഴിയുന്നില്ല. എന്റെ സദസ്സാണ് ചോദിച്ചു. അതോടുകൂടെ അഡ്വക്കേറ്റ് മേശം മേടിച്ചിട്ട് അവരുടെ ഉപ്പ എല്ലാവർക്കും തിരിഞ്ഞില്ലേ. അങ്ങനെ തെബലീഗുകാരോട് ഇറങ്ങിപ്പോയി. ഒരു 3/4 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. ആ മഹലിൽ നിന്ന് സുന്നത്തമായത്തിന് കിട്ടി. ഒരു സക്കാഫിയാണ് ഇപ്പോഴും അടുത്ത ഖത്തീബ്. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കാണ് ഇടുക്കി ജില്ലയിൽ എന്താണ് പറയുക, മുരിക്കാശ്ശേരിയിൽ വെച്ച് തെബലീഗുകാരത് എതിർത്തു. SYS പ്രവർത്തകന്മാർ പിടികൂടി കൈയോടുകൂടെ തുറന്ന ഭാഷയിൽ സംവാദത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ മദ്രസയിൽ വെച്ച് എഴുതി ഒപ്പിട്ടു, സംവാദം നടത്താൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച സംവാദ വ്യവസ്ഥയിൽ സുന്നി പക്ഷത്ത് നിന്ന് വിനീതനായ ഞാനും എൻ്റെ ആത്മസുഹൃത്ത് ആരംകുളം അബ്ദുൽ റഷീദ് സക്കാഫിയും അതുപോലെ ജഅഫർ സക്കാഫി കൈപ്പമംഗലവും സുന്നി പതികളെ ഞങ്ങൾ 3 പേര് ഒപ്പുവെച്ചു. തെബലീഗ് പക്ഷത്ത് നിന്ന് പിന്നെ കോഴിക്കോട് ചെറിയ കാദിയുടെ മരുമകൻ പെങ്ങളുടെ മോൻ എന്തൊരു പേര് ആലിക്കോയ കാശിഫിയും മറ്റ് ഒരു തെബലീഗുകാരുടെ ഒപ്പുവെച്ചു. അങ്ങനെ സംവാദത്തിന് വേണ്ടി 8 ചേച്ചി പിരിഞ്ഞു. നമ്മുടെ ആദർശ പ്രചരണ യാത്ര നടക്കുന്ന കാലയളവിലായിരുന്നു അത്. അങ്ങനെ പാലക്കാടിൽ നിന്ന് യാത്ര കഴിഞ്ഞ ഞങ്ങൾ ഒരു സ്കോർപ്പിയോ വണ്ടിയും വാടകയ്ക്ക് വിളിച്ചിട്ട് അവിടെ എത്തി. 11:30-12 വരെ കാത്തു നിന്നു. ഒറ്റ തെബലീഗുകാരനും കിട്ടിയില്ല. അവസാനം ഉള്ളത് ഞങ്ങളൊരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. ഇതാണ് അനുഭവം. അപ്പോൾ സത്യത്തിൽ വഹാബിസത്തിന്റെ മറ്റൊരു പതിപ്പാണ് തബ്ലീഗ് ജമാഅത്ത്. മരിച്ചെടുത്ത് ഓതാൻ പാടില്ല, ചീരൽ കൊടുക്കാൻ പാടില്ല, മൗലൂദ് ഓതാൻ പാടില്ല, ഹദ്ദാദ് എല്ലാം പാടില്ല, അങ്ങ് തവസ്സുൽ പാടില്ല, ഇസ്തിയാദ പാടില്ല, അക്ബർ സിയാറത്ത് പാടില്ല തുടങ്ങിയിട്ടുള്ള അതേ വാദം തന്നെയാണ് തബ്ലീഗത്തിലുള്ളത്. പിന്നെ തലീക്കെട്ടും താടിയും തൊപ്പിയും ഒക്കെ ഉള്ളത് കൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും അതൊരു വല്യമ്മാക്ക് സിൽവാറും കമ്മീസ് ഇട്ട് കൊടുത്ത മാതിരിയാണ് എന്ന് മനസ്സിലാക്കുക. മേക്കപ്പ് ചെയ്ത ഒരു വഹാബിസത്തിന്റെ രൂപം അതാണ് തബ്ലീഗ് ജമാഅത്ത്. പിന്നെ കുറെ മൂല്യന്മാർ എതിർക്കാത്ത എന്താ, നല്ല ചോദ്യമാണ്, പലരും ചോദിക്കാറുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, ചില ആളുകൾക്ക് എതിർത്താൽ നിലനിൽപ്പുണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെ ദുന്യാവിന്റെ ചില ആളുകൾ സത്യം പഠിച്ച് തുറന്നു പറയില്ല. കാരണം നമ്മുടെ ജോലി പോകും പഠിച്ചിട്ട് അങ്ങനെ ഒരുപാട് 2 കേസുണ്ട്. മറ്റൊന്നുള്ളത് തെറ്റാ തബ്ലീഗിസം നിങ്ങൾ വരാൻ പാടില്ല എന്തുകൊണ്ട് എന്ന് ചോദിക്കും. അത് ഇന്ന വിഷയം കൊണ്ട് ആ തബ്ലീഗ് തെറ്റിയെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ അറിയാൻ പിന്നെ മൗനം വിദ്വാനുഭൂഷണം വിട്ടിക്കും. ഇങ്ങനെയാണല്ലോ. അപ്പൊ അറിയാത്തവർ മൗനമാണല്ലോ ഏറ്റവും നല്ലത്. അപ്പൊ തെറ്റെന്താന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് ചില ആളുകൾ മിണ്ടൂല. അങ്ങനെയുണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അവർ മിണ്ടിയിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അവരുടെ ഉത്ഭവ കേന്ദ്രമായ ദൈവബന്ധിൽ പോയി ഞാൻ പഠിച്ചു, അവർ കിതാബൊക്കെ വാങ്ങി ഞാൻ മനസ്സിലാക്കി. ആ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ സമസ്തയുടെ തീരുമാനം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സമസ്ത ഇപ്പൊ 2 ഉണ്ടല്ലോ എന്ന് പറയും. അവിഭക്ത സമസ്ത ഇത് 89-ലാണ് സമസ്തയിൽ ചെറിയ പിളർപ്പുണ്ടാകുന്നത്. അത് 1965 തന്നെ സമസ്തയിൽ ഇത് ചർച്ചക്കും കുത്തുബി ഉസ്താദ് അവர்கள் അള്ളാഹുത്തെ കബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ സമസ്ത വിശാലമായി കത്തിയിട്ട് പറഞ്ഞ് തീരുമാനം എടുക്കണം. അങ്ങനെ അന്നത്തെ തീരുമാനപ്രകാരം 5 ആളുകളെ പഠിക്കാൻ ചുമതലപ്പെടുത്തി. 5 ആളുകൾ കൂടി ഈ വിഷയം പഠിച്ചു. പഠിച്ച അടിസ്ഥാനത്തിൽ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുലുമ സെക്രട്ടറിയുമാകുന്ന സമയത്ത് തന്നെ പിന്നെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. ആ പ്രഖ്യാപന സമസ്ത നടത്തിയിട്ട് പറഞ്ഞു, ഇത് വിദഗ്ധത്തിന്റെ പാർട്ടിയാണ്, ഒരു നിലക്കൊരു ബന്ധപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ച തീരുമാനത്തിന്റെ ചോട്ടിൽ ഒപ്പുവെക്കുന്നത് ബഹുമാനപ്പെട്ട വണ്ടൂർ ഉസ്താദ് KK സദഖ് ഹുസൈനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് മാഫറത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ സംസ്ഥാനയുടെ ആയിട്ട് പിന്നീട് അറിയപ്പെട്ട അപ്പൊ APEK സംസ്ഥാന വ്യത്യാസമില്ലാതെ എല്ലാം തെറ്റാണെന്ന് അംഗീകരിച്ച പാർട്ടിയാണ് തബ്ലീഗ് ജമാഅത്ത്. ഈ പിന്നീട് കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോ ചുള്ളിക്കാപ്പറമ്പിൽ ഹുസൈൻ ഹാജി അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ സാഹിബ് ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ വഫ സാറിന്റെ ബാപ്പ പ്രസിഡന്റായ മഹലിൽ തെബലീഗുകാർ പള്ളിയിൽ കടന്നു വന്നപ്പോൾ ചട്ടിയും പാത്തെടുത്ത് വലിച്ചത് പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പൊ അവരെ പറ്റി ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് സമസ്തയിലെ ഫത്വ കമ്മിറ്റി ആവർത്തിച്ചു പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളികളും തബ്ലീഗ് ജമാഅത്തിന് തഅലീമിനോ മറ്റോ അവസരം ഒരുക്കി കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പട്ടിൽ പൊതിഞ്ഞ പാഷാണമാണ്, അഥവാ പുറമെ മേക്കപ്പ് ചെയ്ത ഉള്ളിൽ വിഷവിത്തുള്ള ആശയം ആണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് ചുരുക്കത്തിൽ പറയുന്നു. ഇനി ഓരോന്ന് പറയുമ്പോഴേക്ക് ഓരോന്നിനും തെളിവായിട്ട് പറയേണ്ടി വരും. പിന്നെ ചില സ്ഥലത്ത് അല്ലാതിന് കൂടുന്നുണ്ടല്ലോ, മൗലൂദിന് കൂടുന്നുണ്ടല്ലോ, അത് നിലനിൽപ്പിന്റെ പ്രശ്നം. അത് ഇവിടുന്ന് ഇപ്പം മരിച്ചോട് തോന്നാൻ പാടില്ലാത്ത മൗലവിമാര് ഷേഖ് സായിദിന്റെ കബർ തോന്നുന്നുണ്ട്. അല്ല, ഇവിടെ മരിച്ചോട് തോന്നാൻ പാടില്ലാത്ത മൗലവിമാര് ഷേഖ് സായിദിന്റെ കബർ തോന്നുന്നുണ്ട്. എന്താണ്? നിലനിൽപ്പാണ്. അതുകൊണ്ട് തന്നെ
ഇതുപോലെ തബ്ലീഗ് ജമാഅത്ത് സുന്നിപ്പള്ളിയിലോ അവിടെ അദ്ദാദ് നടക്കുമ്പോൾ ഇപ്പുറത്ത് കാര്യം നടത്തിയാൽ ഒരു തെളിവും വേണ്ട, അരപ്പട്ട കെട്ടിയ കാക്ക നിങ്ങൾ ഇതാ പരിപാടി ഇറങ്ങിയിടാ കൊടുന്ന് പറയും. അതില്ലാതെ നിൽക്കണമെങ്കിൽ ഉള്ളതാത് കൂടുണ്ട്. ഇവർ ഒറ്റയ്ക്ക് എത്താതെ എല്ലാവരും ഉണ്ടോ? ഇല്ല. ഇവർക്ക് ഇല്ല. ദൈവബന്ധു ദാറുൽ തന്നെ മൗലൂദ് ചൊല്ലിയതിന്റെ പേര് കുട്ടികളെ പുറത്താക്കുക. ഇവർ ഒരു സ്ഥാപനത്തിനും വിപുലാഘോഷം നടക്കാറില്ല, മഞ്ചേരി വേട്ടേക്കോട് അടക്കം നടക്കാറില്ല. എന്നല്ല കേരളത്തിൽ ആദ്യത്തെ ഇവരുടെ സ്ഥാപനം തൊടുപുഴയിലെ ടൗണിലെ ജുമഅത്തുള്ളിയാണ്. ഫസ്റ്റ് തബ്ലീഗിന്റെ കേന്ദ്രം. അവിടെ അദ്ദാദ് ഉണ്ടായിരുന്നു, മൗലിദ് ഉണ്ടായിരുന്നു. തബ്ലീഗ് കേന്ദ്രമാക്കിയ ശേഷം അവിടെ ഇന്നുവരെ ഹദ്ദാദും ഇല്ല, മൗലൂദും ഇല്ല. അപ്പൊ അവരുടെ ആശയം ഹദ്ദാദിനും മൗലൂദിനും ഒക്കെ എതിരാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ അതിന് കൂട്ടു നിൽക്കുന്നു എങ്കിൽ അത് നിലനിൽക്കാൻ വേണ്ടിയാണ്. താടിയും തലപ്പവും ഒക്കെ പിന്നെ ഉത്തരേന്ത്യയിൽ ചെന്ന എല്ലാവർക്കും പലർക്കും ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ കണക്ക് കൂട്ടിയാൽ മതി. തൽക്കാലം അവരുടെ വിശ്വാസം വളരെ കാപട്യമാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദ് പറഞ്ഞ കിതാബ് തബ്ലീഗിനെ പറ്റി ഇന്ന് ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം 1.5 ഏക്കർ സ്ഥലം എൻ്റെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് എഴുതിയ കത്താണിത്. അപ്പൊ ആ ആളിവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് കാണിച്ച് വിശദീകരിച്ചാൽ അൽഹംദുലില്ല. ഞാനും തന്നെ എനിക്കിപ്പോ ഒരു 5 സെന്റ് സ്ഥലം സ്വന്തം പേര് കിട്ടിയാൽ വളരെ സംസാരിച്ചു. അതിപ്പോ ആ വേഗം നിർത്തട്ടെ. അത് പല സ്ഥലത്തും അങ്ങനെ ഒരു വെല്ലുവിളിക്കാനുണ്ട്. 2 ഏക്കർ സ്ഥലം തരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് സംവാദത്തിൽ അബുൽ ഖൈർ മൗലവിന്റെ മുമ്പൊക്കെ എന്നെ കൊണ്ട് കൊടുത്തതാണത്. അപ്പോ അവിടെ എഴുതി ഒപ്പം കിട്ടുകയാണ് അല്ലേ? ആ കാണിച്ചെന്നാല് സ്ഥലം തരാറുണ്ട്. ആ എഴുത്തൊന്ന് വായിച്ചാലോ? കുറെ ഉണ്ടോ? കുറെ ഉണ്ടല്ലേ. എൻ്റെ ആശയം എന്താ പറഞ്ഞാൽ മതി. പറഞ്ഞ ചുരുക്കി മൊത്തത്തിൽ ഒന്ന് വായിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് മൊത്തം വായിച്ചു പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ മതി. മൈക്കൂടുതൽ പറഞ്ഞാൽ മതി. അത് കേട്ടോട്ടെ. എന്തോ അതായത് ഇത് 2 അവസ്ഥയിലുണ്ട്. ചില ആളുകൾ കണ്ണടച്ച് ഇരുട്ടാക്കും, വിഷയം അറിഞ്ഞാൽ അറിഞ്ഞിട്ടില്ല എന്ന് വെക്കും. അവരോട് നമുക്ക് ഒരു മാർഗവും ഇല്ല. ഏത് ഉറങ്ങുന്ന ആളെ നമുക്ക് വിളിച്ചോണ്ടാം. ഉറക്കം നടിക്കുന്നവന് മേത്തേക്ക് വെള്ളക്കോടല്ല നയാഗര വെള്ളച്ചാട്ടം തിരിച്ചിട്ടാലും ഞാൻ ഉറങ്ങാണോ? അതിന് ചിത്താന്തം എന്നാ പറയാം. അറിയാതെ കുറെ സാധുക്കൾ കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. അത്തരം ആളുകൾക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ക്യാമറ തിരിക്കാൻ എഴുത്തുള്ളത് ഇത് എഴുത്ത് കാണിച്ചു തന്നാൽ ആ ചുവപ്പ് ചട്ടുള്ള കുറച്ച് നേരിട്ട് സിറാത്തെ മുസ്തഖീം അത് അങ്ങനെ ഉണ്ട് തെളിയിച്ചു തന്നാല് 2 ഏക്കർ തെങ്ങുംതോട്ടം തരാൻ ചോദിച്ചിട്ട് 1.5 കൊല്ലായി. ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ധൈര്യത്തിലാണ് എഴുത്തു കൊടുത്തത്. അതങ്ങനെ തന്നെയാണ്. 2 രീതിയിൽ നേരത്തെ പറഞ്ഞ മാതിരി അറിയാത്ത ആളുകൾ, ചില ആൾക്കാർ ഈ ഗ്രന്ഥം ഇവിടെ കിട്ടൂല, ഈ കിതാബ് ഇവിടെ ഇല്ല, സംഭവശീലം ഉത്തരേന്ത്യയിൽ പോയി കൊടുക്കണം, ഉത്തരേന്ത്യയിൽ പോയിട്ട് വാങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തബ്ലീഗ് ജമാഅത്തിനെ വിമർശിക്കാൻ തുടങ്ങിയത് തബ്ലീഗ് ജമാഅത്തിന്റെ കേന്ദ്രത്തിൽ പോയി പഠിച്ചതിന് ശേഷം. എന്നെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം. മർക്കസ് സുന്നിയയിൽ 4ാം ക്ലാസ് പഠിക്കുമ്പം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരെ ഗുരുത്തുകൊണ്ട് ഞാൻ വേദന തുടങ്ങിയിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽ മറുപടി പറയാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മറുപടി പലർക്കും പറയാറുണ്ടെങ്കിലും തബ്ലീഗിനെ ഞാൻ എവിടെയും വിമർശിച്ചിട്ടില്ല. പിന്നെ മുത്തവൽ കഴിഞ്ഞു സഖാഫി ആയി കഴിഞ്ഞതിന് ശേഷം ഉത്തരേന്ത്യയിലേക്ക് പോകാൻ വേണ്ടി ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഉഴഫിത്തോ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, പലരുടെയും പേര് സെലക്ട് ചെയ്ത കൂട്ടത്തിൽ എൻ്റെ കുറ്റത്തിലോ തബ്ലീഗിന്റെ കുറ്റക്കെട്ടോ അറിയില്ല, ഏതാ എൻ്റെ പേര് ആ കൂട്ടത്തിൽ വീണു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഏതായിരുന്നാലും കാലാവസ്ഥയും ശരിയില്ല, ഭക്ഷണം അത്തിയും പറ്റില്ല, മറ്റൊക്കെ പാടെ തകരാറാണ്. ഇത് ഞാൻ വാഹുല്ലാതെ ഞാൻ ചിന്നാ പിന്നെ പഠിച്ചാണ് തീരുമാനിച്ചു. അങ്ങനെ എന്നാ പിന്നെ തബ്ലീഗ് ജമാഅത്തിന്റെ ശരിക്കും അതിന്റെ ഉത്ഭവ കേന്ദ്രം ദൈവബന്ധു ദാറുൽ ഉലൂമാണ് എല്ലാവർക്കും അറിയാം. തബ്ലീഗുകാർ അംഗീകരിക്കണം. എന്നാ അവിടെ തന്നെ പോയി കാണാം. ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിപ്പോ എന്റെ ശത്രുവിനോട് എന്നെ പറ്റി ചോദിച്ചാൽ നല്ല പറയില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ
മനസ്സിലാക്കേണ്ട അവിടെ തന്നെ പോയാൽ കൂടെ തന്നെ ഒരു പുതപ്പിൻ്റെ വീട്ടിൽ കിടന്നാൽ രാപ്പനുണ്ടോന്നോ തിരിയാലോ. അങ്ങനെ ഞാൻ നേരെ ട്രെയിന് കയറി ദൈവബന്ധിലെത്തി. മനസ്സിലാക്കാൻ പറയാണ്. കുതിരവണ്ടി ഇറങ്ങി ഉടനെ ട്രെയിൻ ഇറങ്ങി കുതിരവണ്ടി കയറിയിട്ട് ദാർലിനും ചായേ ആയിക്കോട്ടെ. അപ്പോ കുതിരവണ്ടി കയറിയപ്പോഴൊക്കെയാണ് കുതിരവണ്ടിക്കാരൻ ചോദിക്കുന്നത് ദാർലിനും അസിൽ ചായേ വക്കഫ്. അപ്പൊ അസലോ വക്കഫോ അപ്പത്തും ഞാൻ എന്തുകൊണ്ട് എന്റെ ദാർലിനും ഒന്നാലുള്ളൂ. പിന്നെ അന്വേഷണം മനസ്സിലായി തബ്ലീഗ് 2 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുന്ന് പരിപാടിയിൽ മുജാഹിദ് 2 ഗ്രൂപ്പ്, സുന്നി 2 ഗ്രൂപ്പ്, ഗ്രൂപ്പില്ലാക്കാൻ തബ്ലീഗായി. അവിടെ ചെന്ന പൗരിയിൽ 2 ഗ്രൂപ്പ്, ഒന്ന് അസുലു ഒന്ന് വെക്കും. ഏതായാലും 2 സ്ഥാപനത്തിൽ ഞാൻ പോയി, ക്ലാസ്സിലൊക്കെ കൂടി. അങ്ങനെ അവരെ പറ്റി പഠിക്കാൻ തന്നെ അവരെ വിമാനത്തിൽ താമസിച്ചു. മലയാളികൾ ഉറുദുക്കാരുമായിട്ട് ബന്ധപ്പെട്ടു. ആ ബന്ധത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒറിജിനൽ വഹാബിസം ആശയമാണ്. എന്നിട്ട് അവരെ കുത്തുബ്ഖാനയിലും മറ്റും ചെന്ന് തർക്കിച്ചു വാങ്ങിയ കിതാബിൽപ്പെട്ട ഒരു കിതാബാണ്. തർക്കിച്ചു വാങ്ങി എന്നാൽ വില ഉറുദു അവിടെ ഉത്തരത്തിൽ പരിചയ ആൾക്കാർക്ക് അറിയാം. എന്ത് സാധനവും തർക്കിച്ചു വാങ്ങിയിട്ടില്ലെങ്കിൽ 20 റുപ്യ സാധനത്തിന് 200 റുപ്യ അവർ പറയും. അപ്പൊ അത് താഴ്മയിലും പല തെറ്റിപ്പോയെങ്കിൽ 5 റുപ്യക്ക് വിട്ടുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയത് കൊണ്ട് ഉത്തരേന്ത്യയിലെ ജീവിതത്തെ അങ്ങനെ അനുഭവം ഉള്ളത് കൊണ്ട് അത് ശരിക്കും വാങ്ങിയതാണ്. അപ്പൊ ആ ഗ്രന്ഥത്തിൽ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നത് ഒരിക്കലും നബിയെ ഓർക്കാൻ തന്നെ പാടില്ല.